അസ്സലാമു അലൈക്കും. ഹൗ ആർ യു മൈ ഡിയർ ഫ്രണ്ട്സ്? ഞാൻ കുഞ്ഞമ്മദ് മൂലിപ്പാറ, നിങ്ങളുടെ ഇഷ്ടത്തോയൻ. എന്ത് സഹായത്തിനും എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ പറ്റിയ ഒരു സുഹൃത്ത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു. കൈരളി ചാരിറ്റി ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന സ്ഥാപനം. പറമ്പത്ത് ഉസ്മാനിക്ക ചെയർമാനായി, ഞാൻ മാനേജിംഗ് ഡയറക്ടറായി ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഈ അടുത്ത 5-ാം തീയതിക്ക് ഉദ്ഘാടനം കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NK കോംപ്ലക്സിലുള്ള 3-ാം നിലയിലുള്ള ഓഫീസിലാണ് ഈ സംരംഭം തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ട്രസ്റ്റുകളെ പോലെ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അവകാശപ്പെട്ടവർക്ക് അവരുടെ ന്യായപൂർവമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാനും, അസുഖങ്ങളായി മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ സഹായങ്ങൾ നൽകാനും, സാമ്പത്തികമായും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പിരിമുറുക്കത്തിൽ നിന്ന് അവരെ രക്ഷ നൽകാനും വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഞങ്ങൾ രൂപീകരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിൽ ആവശ്യമാണ്. കൂടാതെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസപൂർവ്വമാണ് ഇതൊരു തുടക്കം കുറിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത് വൻ വിജയമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്, നിങ്ങളുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് അവസാന നിമിഷങ്ങളിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് സമ്പാദ്യം ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ, ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രോഗങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് എല്ലാ സമ്പാദ്യങ്ങളും, അവരുണ്ടാക്കി വെച്ചതും എല്ലാ സമ്പാദ്യങ്ങളും ചെലവഴിച്ചു കഴിഞ്ഞാലും രോഗം മാറാത്തൊരവസ്ഥയിലുള്ള ആൾക്കാർ എത്രയോ നമ്മുടെ ചുറ്റുപാട്ടിലുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ജാതിയോ മതമോ ഒന്നും ഞങ്ങളിലില്ല. എല്ലാ മതസ്ഥർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മുൻപ് ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് നമ്മളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. നീതിപൂർവമായ സഹായം അർഹതപ്പെട്ടവർക്ക് മാത്രം. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഒരവസരം നൽകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾക്കൊള്ളിക്കുക. കരുണക്കടലായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മളുടെ എല്ലാ അസുഖങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.